പ്രതിസന്ധികളിൽ തളരാതെ രണ്ടാം പിണറായി സർക്കാർ നാലാം വർഷത്തിലേക്ക് കേന്ദ്രത്തിന്റെ സാമ്പത്തിക ഉപരോധത്തെയും ഗവർണറെ മുൻനിർത്തി നടത്തിയ ഭരണ പ്രതിസന്ധിയെയും മറികടന്നാണ് രാജ്യത്തിന് മാതൃകയായി കേരളം കുതിച്ചത്. അതിദരിദ്രരില്ലാത്ത രാജ്യത്തെ ആദ്യ സംസ്ഥാനമായി കേരളം മാറുന്നതും സ്വപ്ന പദ്ധതിയായ വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാക്കുന്നതും ഈ സർക്കാരിന്റെ നേട്ടങ്ങളിൽ ചിലതു മാത്രമാണ്. 2024 മെയ് 20-ന് 3 വർഷം പൂർത്തിയാക്കി നാലാം വർഷത്തിലേക്ക് കാൽവയ്ക്കുമ്പോൾ സർക്കാരിന്റെ ഇച്ഛാശക്തിയിൽ 2016 മുതൽ തുടക്കമിട്ട വൻകിട വികസന പദ്ധതികളും പ്രഖ്യാപനങ്ങളും ലക്ഷ്യം കാണുന്ന വർഷമായി നാലാം വർഷം മാറും. അതിദരിദ്രരില്ലാത്ത രാജ്യത്തെ ആദ്യ സംസ്ഥാനമായി മാറുന്ന കേരളം, പതിറ്റാണ്ടുകളായി കേരളം കാണുന്ന സ്വപ്നമായ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം യാഥാർത്ഥ്യമാകും. നിലവിൽ 80% നിർമ്മാണം പൂർത്തിയാക്കിയ ദേശീയ ജലപാതയും ഈ വർഷം തുറന്നു കൊടുക്കും. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നീളുന്ന ദേശീയപാത 66-ഉം ഗെയിൽ പൈപ്പ് ലൈനും കെ-ഫോൺ പദ്ധതിയും പൂർത്തീകരണത്തിന്റെ അവസാന ഘട്ടത്തിലാണ്. ഭവനരഹിതരില്ലാത്ത കേരളം എന്ന ലക്ഷ്യത്തിലേക്കും അതിവേഗം നമ്മൾ നീങ്ങുകയാണ്. ലൈഫ് പദ്ധതി വഴി 5 ലക്ഷം വീട് അനുവദിച്ചതിൽ 4 ലക്ഷത്തിലധികം പൂർത്തിയായി. ഒന്നാം പിണറായി സർക്കാർ 5 വർഷത്തിനുള്ളിൽ 1,77,011 പട്ടയങ്ങൾ വിതരണം ചെയ്തപ്പോൾ രണ്ടാം പിണറായി സർക്കാർ 3 വർഷത്തിനുള്ളിൽ 1,53,103 പട്ടയങ്ങളാണ് വിതരണം ചെയ്തത്. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് 32 ലക്ഷം പേർക്ക് 600 രൂപ വീതം പെൻഷൻ വിതരണം ചെയ്തയിടത്ത് ഇപ്പോൾ 1,600 രൂപ വീതം 62 ലക്ഷം പേർക്കാണ് നൽകുന്നത്. ക്ഷേമ പെൻഷൻ മുടക്കാൻ കേന്ദ്രം പരമാവധി ശ്രമിച്ചിട്ടും കഴിഞ്ഞ മാസവും 3 ഗഡു പെൻഷൻ സർക്കാർ ഉറപ്പാക്കി. തീരദേശ മലയോര ഹൈവേകളുടെ നിർമ്മാണം പുരോഗമിക്കുന്നതിനൊപ്പം നിരവധി സംസ്ഥാന പാതകൾ ഉന്നത നിലവാരത്തിലെത്തിക്കാൻ ഈ കാലയളവിൽ കഴിഞ്ഞു. രാജ്യത്തെ ആദ്യ വാട്ടർ മെട്രോ കൊച്ചിയിൽ യാഥാർത്ഥ്യമായതും ഈ വർഷമാണ്. ഒന്നാം പിണറായി സർക്കാർ പൊതുവിദ്യാഭ്യാസ മേഖലയെ ലോകോത്തര നിലവാരത്തിലെത്തിക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയപ്പോൾ ഈ സർക്കാർ ഉന്നത വിദ്യാഭ്യാസ രംഗത്താണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. ഈ ലക്ഷ്യം വിജയം കാണുന്നതിന്റെ തെളിവാണ് കേരളത്തിലെ സർവകലാശാലകൾക്ക് ഈ വർഷം ലഭിച്ച അംഗീകാരങ്ങൾ. അക്കാദമിക് നിലവാരം ഉയർത്താനുള്ള പ്രവർത്തനങ്ങൾക്കും തുടക്കമായി. സർവകലാശാലകളിൽ 4 വർഷം ബിരുദം യാഥാർത്ഥ്യമായി. വ്യവസായ IT മേഖലകളിലെ കുതിപ്പ് നിലനിർത്താനും മുന്നോട്ട് കൊണ്ടുപോകാനും ഈ കാലയളവിൽ കഴിഞ്ഞു. രാജ്യത്തെ ആദ്യ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി യാഥാർത്ഥ്യമായി. IT മേഖലയിൽ 100-ലധികം കമ്പനികളെ പുതുതായി എത്തിക്കാനും 10,000-ലധികം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും ഈ കാലയളവിൽ കഴിഞ്ഞു. വ്യവസായ സൗഹൃദ റാങ്കിങ്ങിൽ 28-ൽ നിന്ന് 15-ലേക്കാണ് കേരളം കുതിച്ചത്. കഴിഞ്ഞ 2 വർഷത്തിനിടെ 2,43,435 സംരംഭങ്ങളാണ് സംസ്ഥാനത്ത് പുതുതായി തുടങ്ങിയത്. ഇതുവഴി 15,000 കോടിയിലധികം രൂപയുടെ നിക്ഷേപവും 5,18,228 തൊഴിലവസരവും ഉണ്ടായി. നഷ്ടത്തിലായിരുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങളെ ലാഭത്തിലെത്തിക്കുന്നതിനൊപ്പം കേന്ദ്ര സർക്കാർ വിൽപ്പനയ്ക്ക് വച്ച സ്ഥാപനങ്ങൾ ഏറ്റെടുത്ത് പ്രവർത്തിപ്പിക്കുവാനും കഴിഞ്ഞു. കേന്ദ്ര സർക്കാർ സൃഷ്ടിച്ച പ്രതിബന്ധങ്ങൾ തരണം ചെയ്ത് ജനക്ഷേമ വികസന പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനായി എന്നതാണ് LDF സർക്കാരിന്റെ 3-ാം വർഷത്തിലെ സുപ്രധാന നേട്ടം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വർഷം എന്ന നിലയിൽ കേരളത്തെ സാമ്പത്തികമായി തകർക്കാനാണ് കേന്ദ്രം ശ്രമിച്ചത്. ഒറ്റ വർഷം 57,400 കോടി രൂപ വെട്ടിക്കുറച്ചിട്ടും കേരളം തളർന്നില്ല. സംസ്ഥാനങ്ങളോട് കേന്ദ്ര സർക്കാർ കാട്ടുന്ന വിവേചനങ്ങൾക്കെതിരെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ദില്ലിയിൽ സമരം നടത്തിയും സുപ്രീം കോടതിയെ സമീപിച്ചും മറ്റു സംസ്ഥാനങ്ങൾക്ക് കൂടി മാതൃകയാകാനും കേരളത്തിനായി. സംസ്ഥാനത്തിനെതിരായ അനീതിക്കെതിരെയാണെങ്കിലും വികസന പ്രവർത്തനങ്ങളിലാണെങ്കിലും വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് തന്നെയാണ് രണ്ടാം പിണറായി സർക്കാരിന്റെ മുഖമുദ്ര. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.